ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 64. ധർമ്മകൃദ്ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശു വിധാതാ കൃതലക്ഷണ. ഹരി ഓം. ഹരി ഓം. 475 നാമം ധർമ്മഗുപ്. ധർമ്മത്തെ ഗോപനം ചെയ്യുന്നവൻ. ഗോപനം എന്നതിന് രക്ഷിക്കുക എന്നാണ് അർത്ഥം. രക്ഷണം ചെയ്യുന്നവൻ ഭഗവാൻ. ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ഭഗവാൻ എല്ലാ യുഗങ്ങളിലും ഇവിടെ സംഭവിക്കുന്നത്, അവതരിക്കുന്നത് എന്നതിനാൽ ഭഗവാൻ ധർമ്മഗുപ്. 476 നാമം ധർമ്മകൃത്. ഭഗവാനെ ധർമാധർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല. എന്നാൽ പോലും ഒരു അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നാൽ ഏത് വർണ്ണത്തിലാണോ ഭഗവാൻ അവതരിച്ചത് ആ വർണ്ണത്തിന് പാലിക്കേണ്ട, ആ വർണ്ണത്തിൽപ്പെട്ടവർ പാലിക്കേണ്ട എല്ലാ സ്വധർമ്മത്തെയും അനുഷ്ഠിക്കുന്നവനാണ് ഭഗവാൻ. ഉദാഹരണത്തിന് വാമനാവതാരം കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും ബ്രാഹ്മണനായിട്ട് അവതരിച്ച സമയത്ത് ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ ചെയ്തു. ആ സ്വധർമ്മം, ബ്രാഹ്മണന്റെ സ്വധർമ്മമായിട്ടുള്ള ആ ഒരു സംസ്കാര ക്രിയകളൊക്കെ ചെയ്തു. ഇനി ശ്രീരാമാവതാരം ക്ഷത്രിയനായിട്ടാണ് വന്നത്. അങ്ങനെ ക്ഷത്രിയനായിട്ട് വന്ന സമയത്ത് ഒരു ക്ഷത്രിയനായിട്ട് ജീവിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട എല്ലാ സ്വധർമ്മങ്ങളെയും അനുഷ്ഠിച്ചു. ഇനി കൃഷ്ണാവതാരത്തിലാണെങ്കിലോ രാജകുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഗോപാലകന്മാരുടെ കൂടെയായതിനാൽ ഭഗവാൻ അതും തൻ്റെ സ്വധർമ്മം എന്ന രീതിയിൽ തന്നെ അനുഷ്ഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭഗവാൻ സാധിക്കുന്നത് ഭഗവാൻ ത്രിഗുണാതീതനായതുകൊണ്ടാണ്. ഏത് ഗുണത്തെയും സ്വാംശീകരിക്കാൻ ഭഗവാന് സാധ്യമാണ്. അതേസമയം സാധാരണ ഒരാൾക്ക് അത് സാധ്യമല്ല. കാരണം പ്രകൃത്യ അവന്റെ ഉള്ളിൽ ആ സ്വഭാവമുണ്ടാകും. അത് രജോഗുണമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു ക്ഷത്രിയന്റെ ആ ഒരു ശൂരത്വം ഉണ്ടാകും എന്നാണ്. ഒരു സത്വഗുണി ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ ഒരു സാത്വികമായിട്ടുള്ള ആ ഒരു നന്മയും ശാന്തതയും ഒക്കെയായിരിക്കും അയാൾക്കുണ്ടാവുക. ഈ ഒരു പ്രകൃതം നമ്മൾ സാധാരണ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലേ. അത് അവന്റെ പ്രകൃതമാണ്. ഇനി എന്താണത്? അത് ആ ത്രിഗുണത്തിന് നമ്മൾ വശംവദരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ പ്രകൃതത്തെ പെട്ടെന്നൊന്നും മാറ്റിമറിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾ ആ ഗുണത്തിന് വശംവദരാണ്. എന്നാൽ ഭഗവാനോ ത്രിഗുണനായതിനാൽ ഏത് ഗുണവും സ്വാംശീകരിക്കാൻ സാധിക്കും. അങ്ങനെ സ്വാംശീകരിച്ചുകൊണ്ട് താൻ ഏത് കുലത്തിലാണോ അവതാരം എടുത്തത് ആ കുലത്തിന്റെ സ്വധർമ്മം മുഴുവൻ അനുഷ്ഠിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ധർമ്മകൃത്. 477 നാമം ധർമ്മി. ധർമ്മങ്ങളെ ധരിക്കുന്നവൻ. ധാർമ്മികമായ കാര്യങ്ങളെ സ്വയം ചെയ്ത് അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ധർമ്മീൻ. 478 നാമം സത്ത്. സത്തായിരിക്കുന്ന, ഉണ്മയായിരിക്കുന്ന ആ പരബ്രഹ്മം, ആ പരബ്രഹ്മ സ്വരൂപം തന്നെ എന്ന അർത്ഥത്തിൽ സത്ത്. 479 നാമം അസത്ത്. നേരെ വിപരീതമാണ്. ആ സത്തായിരിക്കുന്ന പരബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടെ ഉണ്ടായി മറഞ്ഞു പോകുന്ന ആ അസത്ത് ആയിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടായത്. എന്നാൽ ആ പ്രപഞ്ചവും ആ ജഗത്തായിരിക്കുന്നതും ഭഗവാൻ തന്നെ. സത്തായിരിക്കുന്ന ആ പരബ്രഹ്മത്തിൽ നിന്ന് അസത്തായിരിക്കുന്ന ജഗത്തായി മാറിയിരിക്കുന്നതും ആ പരബ്രഹ്മം തന്നെ എന്നതിനാൽ ഭഗവാൻ ഒരേ സമയം സത്ത് അതുപോലെ അസത്തും കൂടി ആണ്. 480 നാമം ക്ഷരം. മുൻപുള്ള ആ 2 നാമങ്ങളിലൂടെ പറഞ്ഞു സത്തായിരിക്കുന്ന ആ ബ്രഹ്മവും ഭഗവാൻ, അസത്തായിരിക്കുന്ന ഈ പ്രപഞ്ചവും ഭഗവാൻ. ഇനി രണ്ടിൻ്റെയും സ്വഭാവത്തെ പറയുന്നു. അസത്തായിട്ടുള്ള ഈ പ്രപഞ്ചം എന്നത് ക്ഷരമാണ്, നശിക്കുന്നതാണ്. അങ്ങനെ നശിക്കുന്നതായിട്ട് ഇവിടെ ഉള്ളതും ഉണ്ടായി മറയുന്ന ആ സ്വഭാവം അതും ഭഗവാനാണ് എന്നതിനാലാണ് ക്ഷരം. 481 നാമം അക്ഷരം. കൂടസ്ഥനായിട്ട് എന്നും ഒരുപോലെ നിൽക്കുന്ന ആ നാശമില്ലാത്ത സ്വരൂപം, ആ സ്വരൂപവും ആരാണ്? ഭഗവാനാണ് എന്നതിനാൽ അക്ഷരം. 482 നാമം അവിജ്ഞാത. വിജ്ഞാത എന്നാൽ ജീവൻ. ആ ജീവന് താനാണ് കർത്താവ്, താനാണ് ഭോക്താവ് എന്ന ഒരു വികല്പം 2 എന്ന ഒരു ഭേദചിന്ത ഉണ്ട്. ആ വിജ്ഞാനം തൻ്റെ ആത്മാവിൽ സ്വയം കൽപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഞാൻ കർത്താവ്, ഞാൻ ഭോക്താവ്. ഈ ഞാൻ എന്താണ്? ജീവാത്മാവ്. അപ്പോൾ ആ ജീവാത്മാവിലേക്ക് നമ്മൾ നമ്മുടെ ആ കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും കൽപ്പിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ലാത്തവനാണ് ഭഗവാൻ. അതില്ലാത്തവൻ, അതായത് ഞാൻ കർത്താവോ ഭോക്താവോ അല്ല,
എന്ന് ഉറപ്പുള്ള പരമാത്മ ചൈതന്യം, അതാണ് അവിജ്ഞാത. 483 നാമം സഹസ്രാംശു. ആയിരക്കണക്കിന് കിരണങ്ങളുള്ളവൻ. ഇവിടെ തേജസ്സുള്ള സൂര്യചന്ദ്രാദി അഗ്നി മുതലായവയൊക്കെ അതിനൊക്കെ തേജസ് കൊടുക്കുന്നതാരാണ്? ഭഗവാനാണ്. അങ്ങനെ ഈ സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയും അഗ്നിയിലൂടെയും ഒക്കെ ആ കിരണങ്ങളായി വരുന്നത്, ആയിരക്കണക്കിന് കിരണങ്ങളായി നമ്മൾ കാണുന്നതും ഭഗവാന്റെ പ്രകാശമാണ് എന്നതിനാൽ ഭഗവാൻ സഹസ്രാംശു. 484 നാമം വിധാത. വിശേഷയാണ്, വിശേഷേണ ധരിക്കുന്നവൻ. വേദമാണ് ധരിക്കുന്നത് അല്ലെ? സമസ്ത വിശേഷ രൂപത്തിൽ സമസ്ത സൃഷ്ടിപ്രപഞ്ചത്തെ ധരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് വിധാത എന്ന് പറയുന്നത്. 485 നാമം കൃതലക്ഷണ. തന്നെ അടയാളപ്പെടുത്താൻ സ്വയം ഓരോ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയവൻ. അതായത് നമുക്ക് മഹാവിഷ്ണു എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത് ചതുർബാഹുവായിട്ടുള്ള അതൊരു ലക്ഷണമാണ്. 4 കൈകളിലായിട്ട് ശംഖ്, ചക്രം, ഗദ, പത്മം, അതും ഒരു ലക്ഷണമാണ്. ഒപ്പം ശ്രീവത്സം എന്ന മറുക്, വൈജയന്തിമാല, വനമാല, ഇങ്ങനെ തന്നെ സ്വയം ലക്ഷണപ്പെടുത്തിയവൻ. സ്വയം തനിക്ക് ഏത് രീതിയിലാണ് തന്നെ ആളുകൾ തിരിച്ചറിയേണ്ടത് എന്ന് സ്വയം നിശ്ചയിച്ചവൻ എന്ന അർത്ഥത്തിലാണ് കൃതലക്ഷണ. ഹരിയോ.